ഇതേ സമയം നോക്കിയേ 12 മണിയായിട്ടാ. നട്ടുച്ച സമയത്ത് നമ്മുടെ വാഗമൺ പുള്ളിക്കാനത്താണ് ഞാൻ നിൽക്കണത്. ഇവിടുത്തെ അവസ്ഥ നോക്കിയേ, ഫുൾ കോട നിറഞ്ഞിരിക്കണേണ്. ഇത് നല്ല ബെസ്റ്റ് ടൈമാണ് നമ്മുടെ വാഗമൺ വന്ന് വിസിറ്റ് ചെയ്യാൻ. രാവിലെ എറണാകുളത്ത് ഇറങ്ങി നേരെ ആലുവ, മൂവാറ്റുപുഴ, തൊടുപുഴ റൂട്ടിലാണ് ഇപ്രാവശ്യം പോയത്. കയറി ചെന്നത് പുള്ളിക്കാനം വഴി ആയതുകൊണ്ട് കയറിയപ്പോൾ തന്നെ ഫുൾ കോടയായിരുന്നു. നല്ല തണുപ്പും നല്ല അടിപൊളി വെതറാണ് നമുക്ക് ഇപ്രാവശ്യം വാഗമൺ വന്നപ്പോൾ കിട്ടിയത്. പോണ വഴി അവിടെയുള്ള ചെറിയ 2 ട്രെയിൽസും കയറി അവിടെ പോയി വ്യൂ എൻജോയ് ചെയ്ത്, പിന്നെ നമുക്ക് പോണ വഴിയുള്ള വെള്ളച്ചാട്ടമൊക്കെ കുറച്ച് ഡ്രൈ ആയിരുന്നു, കാര്യം മഴയൊന്നും ഇല്ല. ആൻഡ് വാഗമൺ ടൗൺ വഴി പോയപ്പോഴും മൊത്തം ടൗണും കോടയിൽ മൂടി കിടക്കണമായിരുന്നു. പിന്നെ വാഗമണിലുള്ള നമ്മുടെ പൈൻ വാലി, മൊട്ടക്കുന്നൊക്കെ കണ്ട് നേരെ വിട്ടു നമ്മുടെ വരാട്ടുമേട്. അവിടെ പോയ പാലൊഴുകും പാറയുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വരാട്ടുമേട് പോകാൻ 2 റൂട്ടുണ്ട്, ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് റൂട്ടും പിന്നെ നോർമൽ പോണ ഒരു റൂട്ടും. പക്ഷേ ആ റൂട്ടും ഇപ്പോൾ ഫുൾ സിമെൻ്റ് ഒക്കെ ഇട്ട് ഫുൾ നികത്തി ആർക്ക് വേണമെങ്കിലും മേളിൽ എത്തിച്ചേരാൻ പറ്റിയ അവസ്ഥയിലാണ് ആക്കിയേക്കണത്. പണി നടക്കുന്നതുകൊണ്ട് എപ്പോഴും വണ്ടി കയറ്റി വിടില്ല. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ നടന്ന് കയറേണ്ടി വരും. മേളിൽ പോയാൽ നമ്മുടെ പാലൊഴുകും പാറയുടെ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതും എൻജോയ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന്. കോട മാറിയിട്ടേ ഇല്ല, അപ്പോഴും ഫുൾ കോട കൊണ്ട് മൂടി കിടക്കണമായിരുന്നു നമ്മുടെ വാഗമൺ. അപ്പോൾ ഇത് നല്ല ബെസ്റ്റ് ടൈമാണ് വാഗമൺ വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേഗം വിട്ടോ നമ്മുടെ വാഗമണിലേക്ക്.